അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. ഒടുവിൽ അത് സംഭവിച്ചു. വിശ്വാസ സത്യങ്ങളെയും വിശുദ്ധ ലിഖിതങ്ങളെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ജർമ്മൻ സഭയുടെ ഒരു വിഭാഗം സ്വവർഗ വിവാഹ ആശീർവാദങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. സോദോം ഗൊമോറ ദേശത്തിന്റെ നാശത്തിന് കാരണമായ സ്വവർഗ ബന്ധങ്ങൾ ആശീർവദിക്കുവാൻ മെയ് മാസം ആദ്യവാരത്തിൽ 100ഓളം ചടങ്ങുകൾക്കാണ് ജർമ്മനിയിലെ വിവിധ കത്തോലിക്ക ദേവാലയങ്ങൾ വേദിയാകുന്നത്. സത്യവിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനത്തിനെതിരെ വിരൽ ചൂണ്ടേണ്ട ഒരു പുരോഹിതന്റെ കരങ്ങൾ പാപം ആശീർവദിക്കുവാനുള്ള ഉപകരണങ്ങളായി മാറുന്നത് തികച്ചും ലജ്ജാകരവും വേദനാജനകവുമാണ്. സത്യവിശ്വാസത്തിനു വേണ്ടി മരണം പോലും വരിക്കുവാൻ തയ്യാറായ രക്തസാക്ഷികളുടെ ചുടുനിടമാണ് സഭയെ വളർത്തിയതെന്ന് ഈ അജപാലകർ മറന്നുപോകരുത്. സ്വന്തം ജീവനേക്കാൾ വിശ്വാസത്തെയും സഭാ പ്രബോധനങ്ങളെയും സ്നേഹിച്ച രക്തസാക്ഷികളെ അവഹേളിക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. മാർച്ച് മാസത്തിൽ സ്വവർഗ അനുരാഗികളുടെ ബന്ധത്തിന് കൗദാശികമായ ആശീർവാദം നൽകുവാൻ കഴിയില്ലെന്ന് വത്തിക്കാന്റെ വിശ്വാസ തിരുസംഘം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധങ്ങൾ യൂറോപ്പിൽ ഉടനീളം, പ്രത്യേകിച്ചും ജർമ്മനിയിൽ ഉണ്ടായത്. സ്വവർഗ ബന്ധങ്ങളെ ഏറ്റവും ശക്തമായി ന്യായീകരിച്ച് രംഗത്ത് വന്നത് ജർമ്മനിയിൽ നിന്നുള്ള സഭാ നേതൃത്വത്തിലുള്ള ചിലരായിരുന്നു. ജർമ്മൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ ജോർജ് ബാറ്റ്സിംഗ് അടക്കമുള്ള മെത്രാന്മാരും നിരവധി വൈദികരും വത്തിക്കാൻ പ്രഖ്യാപനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന വസ്തുത. കത്തോലിക്ക വിശ്വാസം പ്രബലമായ ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ തന്നെ സഭാ പ്രബോധനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുവാനും തിരുത്തുവാനും ഉത്തരവാദിത്വമുള്ളവർ നിശബ്ദത പാലിക്കുന്നത് സഭയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. തിരുത്തേണ്ടത് തിരുത്താനുള്ള ആർജവം നേതൃത്വത്തിലുള്ളവർ കാണിക്കണം. സത്യവിശ്വാസത്തിനെതിരെ നീങ്ങുന്നത് ഏത് കൊലക്കൊമ്പനായാലും അതിനെതിരെ നടപടി സ്വീകരിക്കുവാനുള്ള തീഷ്ണതയും തന്റേടവും സഭാ നേതൃത്വത്തിൽ നിന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു ഐക്യവും കരുതലും സഭയുടെ ശിരസായ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല എന്ന് ജർമ്മൻ സഭയും സ്വവർഗ ബന്ധങ്ങൾക്ക് കൂടെ പിടിക്കുന്ന വൈദികരും മറ്റും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വന്ന വഴി മറക്കരുതെന്ന് പഴമക്കാർ പറയാറുണ്ട്. വിശ്വാസത്തിനു വേണ്ടി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നതും മരണം വരിക്കേണ്ടി വന്നതുമായ ഒരു ചരിത്രം ജർമ്മൻ സഭയ്ക്കുണ്ട്. ഇന്ന് സുഖസൗകര്യങ്ങൾ കൂടിയപ്പോൾ വിശ്വാസ പ്രബോധനങ്ങൾ ജർമ്മൻ സഭാ നേതൃത്വത്തിലുള്ള ചിലർക്ക് ഒരു ഭാരമായി തോന്നി തുടങ്ങിയോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാലം അതിന്റെ അന്ത്യത്തോടടുക്കുമ്പോൾ സഭയിൽ സംഭവിക്കാവുന്ന പിളർപ്പുകളെ പറ്റി പരിശുദ്ധ കന്യകാമറിയം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണ വേളയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു പിളർപ്പിലേക്കാണ് സഭ നീങ്ങുന്നതെന്ന് വിശ്വാസികൾ സംശയിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഉയർന്ന സമ്പദ് വ്യവസ്ഥയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നത് ജർമ്മൻ സഭ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സംസ്കാരത്തിനെ ഏറ്റവും സ്വാധീനിച്ച ജർമ്മൻ സഭ ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു. ഭാരതമടക്കം ആഗോള കത്തോലിക്ക സഭയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒട്ടേറെ പേരെ സ്വീകരിക്കുന്ന സഭയാണ് ജർമ്മൻ സഭ. ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്ന വൈദികരും വിദ്യാർത്ഥികളും കന്യാസ്ത്രീകളും ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ജർമ്മൻ സഭയുടെ സഹായമാണ് എന്നുകൂടി നാം അറിയണം. അതിനാൽ നമുക്ക് വലിയ കടമയുണ്ട്. ഒട്ടേറെ ജീർണതകൾ ഉണ്ടെങ്കിലും നിരവധി നന്മകൾ അവശേഷിക്കുന്ന ജർമ്മൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. വിശ്വാസ പ്രബോധനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കണിശതയുള്ള പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് 16 നാടാണ്
ജർമ്മനി എന്നുകൂടി നാം മറക്കരുത്. സഭയെ തകർക്കുവാനുള്ള ശത്രുവിന്റെ കുൽസിത നീക്കങ്ങൾക്കെതിരെ പ്രാർത്ഥനയുടെ കോട്ട കെട്ടി ജർമ്മൻ സഭയെ യേശുവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. സഭയെ തകർക്കുവാനുള്ള ശത്രുവിന്റെ കുൽസിത നീക്കങ്ങൾക്കെതിരെ പ്രാർത്ഥനയുടെ കോട്ട കെട്ടുക. സത്യവിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ നിലകൊള്ളുവാൻ സഭാ നേതൃത്വത്തിനാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലിഖിതങ്ങളിൽ സഭാ പ്രബോധനങ്ങളിൽ അടിയുറച്ചവരായി വിശ്വാസികളായി നമുക്ക് മുന്നേറാം. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ പ്രാർത്ഥനയുടെ പ്രതിരോധം തീർക്കാം. അത് എത്ര വലിയ ഉന്നതരാണെങ്കിലും. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ